ഓണമെത്തിയതോടെ നേന്ത്രക്കായ്ക്ക് തീപിടിച്ച വില. കായവരവ് കുറഞ്ഞതാണ് വില വർധനയ്ക്ക് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. ഇത്തവണ ഓണച്ചന്തകൾ സജീവമാകുന്നതിന് മുൻപ് തന്നെ നേന്ത്രക്കായുടെ വില കുത്തനെ ഉയർന്നിരുന്നു. ഓണത്തിന് മലയാളികൾക്ക് ഒഴിവാക്കാനാകാത്ത ചിപ്സ് നിർമ്മാണത്തിനും ഓണസദ്യക്കുമുള്ള നേന്ത്രക്കായുടെ ലഭ്യത കുറഞ്ഞതാണ് വിപണിയിൽ വില ഉയരാൻ കാരണമായത്. കഴിഞ്ഞ വർഷം ഈ സമയം തൃശൂർ സെക്ടൻ മാർക്കറ്റിൽ 50 രൂപയ്ക്ക് വിറ്റിരുന്ന നേന്ത്രക്കായ്ക്ക് ഇപ്പോൾ 70 രൂപയായി. നാടൻ കായക്കൊലകൾ 75 രൂപയ്ക്കാണ് വിൽക്കുന്നത്. സാധാരണഗതിയിൽ തമിഴ്നാട്ടിൽ നിന്ന് ഓണവിപണി ലക്ഷ്യമിട്ട് കായക്കൊലകൾ വലിയ തോതിൽ വരാറുണ്ട്. എന്നാൽ ഇത്തവണ അവിടെ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ കേരളത്തിലേക്കുള്ള വരവ് കുറഞ്ഞെന്നാണ് വ്യാപാരികൾ പറയുന്നത്. തമിഴ്നാട്ടിലെ പുളിയൻപെട്ടി, സത്യമംഗലം, മേട്ടുപ്പാളയം, പൊള്ളാച്ചി, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് നേന്ത്രക്കായകൾ കൂടുതലായി കേരളത്തിലേക്ക് എത്തുന്നത്. ഓണവിപണി ലക്ഷ്യമിട്ട് വൻകിട ചിപ്സ് നിർമ്മാണ യൂണിറ്റുകളും വ്യാപാരികളും വ്യാപകമായി നേന്ത്രക്കായ വാങ്ങാൻ ആരംഭിച്ചതും വിലവർദ്ധനവിന് കാരണമായി. കഴിഞ്ഞ തവണ നേന്ത്രക്കായ്ക്ക് വില തീരെ കുറവായതിനാൽ വലിയ നഷ്ടം നേരിട്ട പ്രാദേശിക കർഷകരിൽ പലരും കൃഷി ഉപേക്ഷിച്ചു. പ്രതികൂല കാലാവസ്ഥയും വന്യമൃഗശല്യവും മൂലം ഇത്തവണ പ്രാദേശിക തലത്തിലുള്ള കൃഷി കുറവായതും നേന്ത്രക്കായുടെ ലഭ്യത കുറവിനും വിലവർദ്ധനവിനും കാരണമായതായി ശക്തൻ മാർക്കറ്റിലെ വ്യാപാരിയായ കമറുദ്ദീൻ പറയുന്നു. നേന്ത്ര 70 തമിഴ്നാട്, മേട്ടുപ്പാളയം, പൊള്ളാച്ചി, പുളിയൻപെട്ടി വരവ് കുറവാണ് ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം വില കിട്ടാത്ത കാരണം ഇപ്രാവശ്യം വളരെ കൃഷി കുറവാണ്. പിന്നെ തമിഴ്നാട് മഴയില്ല, വെള്ളം കിട്ടിയില്ല. അപ്പൊ അതിന്റെ ഒരു ചരക്ക് വളരെ ദൗർബല്യം. കഴിഞ്ഞ പ്രാവശ്യം വില കിട്ടിയില്ല, പിന്നെ വെള്ളം വന്ന് കുറെ നാശമായി. അപ്പൊ കൃഷി കുറവാണ്. നാടൻ ചോളം വില കൂടിയ കാരണം കുറച്ച് കുറവാണ്. വില ഇനി കൂടാൻ സാധ്യതയില്ല. ഇനിയിപ്പോ ആൾക്കാർ മേടിക്കില്ല. എത്ര വലിയ വിലയാണെങ്കിൽ പിന്നെ ഓണത്തിനൊക്കെ മേടിക്കാന്ന് വിചാരിക്കുള്ളവര്. ഇപ്പൊ വറുവേരാണ് ഇപ്പൊ എടുക്കുന്നത്. ഇതിപ്പോ 70, നാടൻ 75.